ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. ശാലിനി ചേരുന്നു. പറഞ്ഞു, ഇതിൻ്റെ ഇടയിലായിട്ട് കേട്ടില്ല പറഞ്ഞോ. ചോദിച്ചോ. ഓക്കെ, ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, 170ാമത് ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോട് തന്നെയല്ലേ അവിടെ ആഘോഷിക്കുന്നത്? പ്രദീപ്, രജനി, ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ജയന്തി ആഘോഷങ്ങൾ വടത്തിന് മുമ്പിലായിട്ടുള്ള അടിമരത്തിൽ പതാക ഉയർത്തിക്കൊണ്ട് ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളും ഗുരുദേവ ഭക്തന്മാരും ഒക്കെ ഈ ഒരു ദിവസം ആഘോഷപൂർണ്ണമാക്കുകയാണ്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ലളിതമായ ചടങ്ങുകൾ മാത്രം മതിയെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ മഠം ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലളിതമായ ചടങ്ങുകൾ ഇന്ന് തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലും ഒപ്പം തന്നെ ശ്രീനാരായണ ഗുരു മഠത്തിലും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ഹലോ ജയന്തി പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോടെ ആഘോഷിക്കുകയാണ്. ചടങ്ങും ഗുരുദേവന്റെ ജന്മഗൃഹമായ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിലും ശിവഗിരിയിലും അതുപോലെ തന്നെ അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ആഘോഷ പരിപാടികൾ നടക്കും. ശിവഗിരി മഠത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയതോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കമായിരിക്കുന്നത്. അല്പസമയത്തിന് തന്നെ ജപയജ്ഞത്തിന് സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും. 9:30 ജയന്തി സമ്മേളനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയാണ് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജന്മഗൃഹമായ ചെമ്പഴന്തിയിലും അതുപോലെ തന്നെ ശിവഗിരിയിലും അരുവിപ്പുറത്തും ഉൾപ്പെടെ ജയന്തി ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ശിവഗിരിയിലെ ചടങ്ങുകൾ ആരംഭിച്ചു അല്ലെ രജനി പറഞ്ഞതുപോലെ. ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തി. അതുപോലെ തന്നെ ജപയജ്ഞത്തിനും സമയത്തിന് തന്നെ തുടക്കമാകും. സ്വാമി പരാനന്ദയാണ് അതിന് ദീപം തെളിക്കുന്നത്. 9:30 ജയന്തി സമ്മേളനം ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. അവിടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചെമ്പഴന്തിയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹമായ വയൽവാരം വീട്ടിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളുമുണ്ട്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ തന്നെ നമുക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ ഞാൻ അപ്പോഴും പറയുന്നുണ്ട്. ഈ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ആ ആഘോഷങ്ങൾക്ക് കുറച്ചൊരു മാറ്റുകുറവുണ്ടെങ്കിലും അതേ രീതിയിൽ തന്നെ ആഘോഷ പരിപാടികൾ നടത്താൻ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാനും ശാലിനി ലൈനിലുണ്ട് എന്ന് കരുതുന്നുണ്ട്. ശാലിനി, രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിവഗിരിയിൽ ഈ പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ശിവഗിരിയിൽ പുലർച്ചെ 4:30 കൂടിയാണ് പർണശാലയിൽ ശാന്തി വാഹനം
ശാന്തി ഭവനം ചടങ്ങുകളോടെയാണ് ഔദ്യോഗികമായി ശിവഗിരിയിലെ ഈ ഒരു ആഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുള്ളത്. 5:10 ശാരദാ മഠത്തിൽ വിശേഷാൽ പൂജ നടന്നിരുന്നു. തൊട്ടു പിന്നാലെ 6 മണിക്ക് മഹാസമാധിയിൽ വിശേഷാൽ ഗുരുപൂജ നടന്നു. 6 മുതൽ 6:30 വരെ വിശേഷാൽ ചതയപൂജ നടന്നു. അതിനുശേഷമാണ് 7 മണിയോടുകൂടി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പതാക ഉയർത്തിയത്. ഔദ്യോഗികമായി ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇനി 7:00 ജപയജ്ഞത്തിന് സ്വാമി പരാനന്ദ ദീപം തെളിയിക്കും എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. അതിനുശേഷമാണ് 9:30 ജയന്തി സമ്മേളനം ഔദ്യോഗികമായി ശിവഗിരി മഠത്തിൽ നടക്കാൻ പോകുന്നത്. കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി ആണ് അതിൻ്റെ ഔദ്യോഗിക സുരേഷ് ഗോപിയാണ് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്താൻ പോകുന്നത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വയനാട് മഹാദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജയന്തി സമ്മേളനം അടക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഇത്തവണ വേണ്ട. സ്റ്റേജുകൾ കെട്ടിയുള്ള ആഘോഷങ്ങളും നീണ്ടു നിൽക്കുന്ന ആർഭാടങ്ങളും ഒന്നും വേണ്ട എന്ന് ശിവഗിരി മഠം ഔദ്യോഗികമായി തീരുമാനിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായാണ് ചടങ്ങുകൾ നടത്തുന്നത്. ചെമ്പഴന്തിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലും അരുവിപ്പുറത്തും അത്തരത്തിൽ ചടങ്ങുകൾ നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന സമ്മേളനം അതിൻ്റെ 170ാമത് ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തിയാണ് ഇത്തരത്തിൽ ചെറിയ ചടങ്ങുകളോടുകൂടി ഔദ്യോഗികമായി തുടക്കമായിട്ടുള്ളത്. എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്കുണ്ട്. പക്ഷേ മുൻ വർഷങ്ങളിൽ ഉള്ളതുപോലെ ഒരു തിരക്ക് ഇത്തവണ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ വളരെ ലളിതമായ രീതിയിലാണ് ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊടിമരത്തിൽ പതാക ഉയർത്തിയതോടുകൂടി ഔദ്യോഗികമായി ചടങ്ങുകൾ ആരംഭിച്ചു. ഇനി മറ്റു പൂജകളുണ്ട്. അതിനുശേഷമായിരിക്കും കേന്ദ്രമന്ത്രി ഇവിടെ എത്തുക. കേന്ദ്രമന്ത്രി മഠത്തിൽ പോകുന്നുണ്ട്. മഠത്തിൽ പോയതിനു ശേഷമായിരിക്കും ഔദ്യോഗികമായി ഉദ്ഘാടനം നടക്കുന്ന വേദിയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആഘോഷപൂർണ്ണമാണ്. ഒരുപക്ഷെ നാടിൻ്റെ ഒരു നവോത്ഥാനം അല്ലെങ്കിൽ നാട് ഒരു ജാതി അല്ലെങ്കിൽ ഏക ജാതിയിൽ വിശ്വസിക്കണം, അത്തരത്തിലുള്ള അസമത്വങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നമ്മെ പഠിപ്പിച്ച ഒരു ഗുരുദേവൻ. ആ ഗുരുദേവന്റെ 170ാമത് ജയന്തിയാണ് ഇപ്പോൾ ശിവഗിരിയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊരു മഹത്തായ സന്ദേശം പകർന്നു നൽകിയ ഒരുപാട് പേരുടെ ഗുരുവായ ശ്രീനാരായണ ഗുരുവിൻ്റെ 170ാമത് തിരുജയന്തി ദിനമാണ് ഇന്ന്. ശ്രീനാരായണ ഗുരുമഠത്തിലും ഒപ്പം തന്നെ ചെമ്പഴന്തിയിലും ഒക്കെ ആഘോഷപൂർണ്ണമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തത്. എന്തായാലും ഘോഷയാത്രയുണ്ട്. ശാന്തി ഘോഷയാത്ര ഇന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വയനാട്ടിലെ ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയിട്ടുള്ള ദീപം തെളിയിക്കലും ഒക്കെ ഇന്ന് ഇവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നൂറുകണക്കിന് ഭക്തരും ഒപ്പം തന്നെ നൂറുകണക്കിന് വിശ്വാസികളും ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് മഠം പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ചടങ്ങുകളെല്ലാം ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. ഇനി കാത്തിരിക്കുന്നത് ശാന്തി ജയന്തിയുടെ ഔദ്യോഗികമായിട്ടുള്ള സമ്മേളന ചടങ്ങിനാണ്. അതിനുശേഷമായിരിക്കും മറ്റ് ജയന്തി ആഘോഷങ്ങൾക്കും ഘോഷയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും തുടക്കമാവുക. പ്രദീപ്, രജനി. എന്തായാലും കേരളത്തിൻ്റെ തലവര തന്നെ മാറ്റി എഴുതിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. 170ാമത് ജയന്തി ആഘോഷമാണ്. പ്രാർത്ഥനാപൂർണമായ ചടങ്ങുകളോടെ ശിവഗിരിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം മറ്റു ചടങ്ങുകളുണ്ട്. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുമെന്നാണ് പറയുന്നത്. മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവിടേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ആ വാക്കുകൾ ഓരോന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത്. എന്തൊക്കെ നിങ്ങൾ വഴിപാട് നടത്തി അതല്ലെങ്കിൽ ദാനം ചെയ്യുകയല്ല, അതിനുമപ്പുറം തൊഴിൽ നൽകാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു ദിഷ്ണാശാലി, എന്തൊരു ദീർഘദർശി, എന്തൊരു കാഴ്ചപ്പാട്. അത് നവോത്ഥാനം. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച് നടക്കുന്നവരിൽ എത്ര പേർ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അത് നമുക്ക് 8 മണിക്ക് ഒന്ന് ചർച്ച ചെയ്യണം. എന്തായാലും ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മഗൃഹത്തിൽ നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, അവിടെ എന്തൊക്കെയാണ് ചടങ്ങുകൾ? അരുവിപ്പുറത്തെ പതാക ഉയർത്തൽ കഴിഞ്ഞു, ജപയജ്ഞത്തിന് ദീപവും തെളിച്ചു. ചെമ്പഴന്തിയിലെ കാഴ്ചകൾ എന്താണ്, ചടങ്ങുകൾ എന്താണ്? പ്രദീപ്, രജനി, നമസ്തേ. എന്തായാലും ശ്രീനാരായണ ഗുരുദേവന്റെ 170ാമത് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ജയന്തി ആഘോഷങ്ങൾക്ക് വിപുലമായി തന്നെ തുടക്കം ചെമ്പഴന്തിയിലും കുറിച്ചിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ചെമ്പഴന്തിയിലെ പതാക ദിനം. സച്ചിദാനന്ദ സ്വാമികളാണ് ഇവിടെ പതാക ഉയർത്തിയത്. ഇന്ന് രാവിലെ 6:45 ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മഗ്രഹമായ വയൽവാരം വീട്ടിൽ പ്രത്യേക
പൂജ ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന് പ്രത്യേക പൂജയുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴും വിവിധ പ്രദേശങ്ങളിൽ നിന്നായ നാരായണ ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്, ദൈവദശകം ചൊല്ലുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനകളും പൂജകളുമായി ചെമ്പഴന്തിയും ഭക്തി നിർഭരമായി ഭക്തിസാഗരമായി തന്നെ പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇവിടെ നിന്നും ഇന്ന് രാവിലെ ഇവിടെയാണ് സമ്മേളനങ്ങൾ നടക്കുന്നത്. രാവിലെ 10 മണിക്ക് ശ്രീനാരായണ ഗുരു ജയന്തിയുടെ ഭാഗമായിട്ടുള്ള സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ജയന്തി ഘോഷയാത്ര. ആ ജയന്തി ഘോഷയാത്രയുടെ ഉദ്ഘാടനം സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലാണ് ഉദ്ഘാടനം ചെയ്യുക. വൈകുന്നേരം നടക്കുന്ന ജയന്തി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 6:30-നാണ് ജയന്തി സമ്മേളനങ്ങളുടെ ഉദ്ഘാടനം ഉണ്ടാവുക. അങ്ങനെ പ്രൗഢഗംഭീരമായ പരിപാടികൾ തന്നെയാണ് ചെമ്പഴന്തിയിലും ക്രമീകരിച്ചിട്ടുള്ളത്. ഭക്തി നിർഭരമായ നവോത്ഥാന നായകനെ കാണാൻ, വിശ്വാസത്തിൻ്റെ ആൾരൂപത്തെ കാണാൻ, നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ച ആശയത്തെ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു വിഭാഗം മുഴുവൻ ഇവിടേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രദീപ്, ശരിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോഴത്തെ സാമൂഹിക സാംസ്കാരിക മേഖല നവോത്ഥാനത്തിന് വലിയൊരു മാറ്റം കുറിച്ചത് ആ വരികൾ കൂടെയാണ്. അത് ഏത് കീഴ്ജാതി മേൽജാതി അദ്ദേഹം വലിച്ചു കീറിക്കളയുന്നൊരു സാധനമുണ്ട്. ഇത് സ്വാർത്ഥർ ഉണ്ടാക്കിയ ഒരു സംഗതിയാണെന്ന്. കീഴ്ജാതി എന്ന് സ്വയം വിചാരിക്കുന്നവർ ഒരു ധാരണ കൊണ്ടും മേൽജാതി എന്ന് ധരിച്ചു നടന്നാൽ അഹങ്കാരവും നാശവും ഉണ്ടാകുമെന്നും ഇതൊക്കെ പൊട്ടിച്ചു കളഞ്ഞു. ഏറ്റവും ഒടുവിൽ പ്രതിഷ്ഠിക്കാൻ അങ്ങേക്ക് എന്ത് യോഗ്യത, ക്ഷമിക്കും, ഇത് ഇടവശിവനാണ്, എന്ത് മറുപടി പറയും? അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വാക്കുകൾക്കപ്പുറം വാചാലമാകുന്ന ഗുരുദേവൻ എന്ന് മാത്രം. ആണ്ടുകൾക്ക് ഇപ്പുറവും പ്രസക്തമായ ജീവിതം, ഈ മനുഷ്യന് തുല്യതയുടെ മുഖം, സ്നേഹത്തിൻ്റെ അടയാളം ഒക്കെ രേഖപ്പെടുത്തി തന്നൊരാൾ. എത്ര വായിച്ചാലും നമ്മൾ ആദ്യം കണ്ട ദൈവദശകം അല്ലെങ്കിൽ ചൊല്ലി കേട്ട ദൈവദശകം പി പരമേശ്വർജിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് VJT ഹാളിൽ നിന്ന് പി പരമേശ്വർജിയുടെ ഭൗതിക ശരീരം അന്ത്യയാത്രയ്ക്ക് വരികയാണ്. അപ്പോൾ അവിടെ കേട്ടത് ദൈവദശകമാണ്. അദ്ദേഹം എഴുതി രേഖപ്പെടുത്തി വെച്ചിരുന്ന കാര്യമാണ്. അടുപ്പുള്ളവരോട് പറഞ്ഞിരുന്നതാണ് ദൈവദശകം മുഴങ്ങണം ഞാൻ അന്ത്യയാത്ര തുടങ്ങുമ്പോൾ എന്നുള്ളത്.